മുട്ട ഇഷ്ടമില്ലെങ്കിലും മീൻ മുട്ട കിട്ടിയാൽ ഞാൻ വിടാറില്ല. സൂപ്പറല്ലേ? അതും മത്തിയുടെ മുട്ടയാണെങ്കിൽ അടിപൊളി, ഒന്നും പറയാനില്ല. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുട്ടയാണ്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പേരിനൊരല്പം വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആവശ്യമില്ല, എന്നാലും അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ള ബലം മുഴുവൻ അതിനകത്ത് കൊടുക്കുകയൊന്നും വേണ്ട. കൊടുത്താൽ അത് മുഴുവൻ ചളുക്കോ പുളുക്കോ എന്നായി പോകും. അപ്പോൾ ഇത് സോഫ്റ്റായിട്ട് അതിലൊന്ന് നന്നായി മസാല തേച്ചു. പാൻ അടുപ്പിൽ വെച്ചു. 2 തണ്ട് കറിവേപ്പില ഇട്ടു. മീൻ മുട്ടയും അതിലേക്കിട്ടു. നമുക്കിനി അതൊന്ന് സോഫ്റ്റായി കുക്ക് ചെയ്തെടുക്കാം. ഒത്തിരി ഫ്രൈ ആകുമ്പം ഭയങ്കര ഹാർഡായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മീഡിയം റെയർ കുക്കിങ്ങിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ മീൻ മുട്ട ഇവിടെ സെറ്റായിട്ട് വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്, അടിപൊളിയാണ്. ഉടഞ്ഞു പോവാതെ, ഡീപ്പ് ഫ്രൈ ആവാതെ നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് ഇത് നമ്മുടെ എണർ ഇവിടെ സെറ്റാണ്. മത്തിയുടെയും കൂടി ആയതുകൊണ്ട് ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ മുട്ട ഫ്രൈ എന്ന് പറയുന്നത്. കണ്ടില്ലേ, അടിപൊളിയായിട്ടിരിപ്പുണ്ട്. കറിവേപ്പില വരെ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതല്ല ഇതിനകത്ത് ഹൈലൈറ്റ്. ഇതിലേക്കൊരു 2 തവി ചൂട് ചോറും കൂടി അങ്ങിടണം. പേരിനൊരല്പം ഉപ്പും കൂടെ ആവാം. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് ഇത് 3ഉം കൂടി ചേർത്തങ്ങ് മിക്സ് ചെയ്യുക. ആ ചെറു ചൂടോടെ വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. കറിവേപ്പിലൊക്കെ കണ്ട കടപടാന്ന് പൊട്ടുന്നുണ്ട്. സൂപ്പറല്ലേ? ഇനി ഇതെല്ലാം കൂടി ചേർത്തൊരു മീൻ മുട്ടയും കുറച്ച് ചോറും എല്ലാം കൂടി എടുത്തൊരു തിന്ന ഇതാണ് സ്വർഗം. സൂപ്പറല്ലേ? അടിപൊളി. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. താങ്ക്